പ്രാണനിൽ ഭാഗം 2. മോളെ പാറു. മാധവൻ്റെ ഇടർച്ചോടെയുള്ള വിളി കേട്ടപ്പോൾ അവൾ പതിയെ കണ്ണുകൾ വലിച്ചു തുറന്നു. തനിക്കരികിലായി ബെഡിലിരിക്കുന്ന അയാളെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ മങ്ങിയ ഒരു ചിരി നൽകി. എന്താ മോളെ, ശ്രദ്ധിക്കണ്ടേ? അച്ഛയ്ക്ക് ഇവിടേക്ക് വീണ്ടും വരാൻ തോന്നിയത് നന്നായി. ആ വാക്കുകളിൽ നിറയെ കരുതലും വാത്സല്യവും ഉണരുന്നത് അവൾ അറിഞ്ഞു. പണ്ടും അച്ഛ അങ്ങനെ തന്നെയായിരുന്നു. ദുഃഖത്തിലും സന്തോഷത്തിലും എന്നും കൂടെ നിന്നിട്ടേ ഉള്ളൂ എന്നവൾ ഓർത്തു. എന്താ മോൾ ആലോചിക്കുന്നത്? ഇനിയൊന്നും ആലോചിച്ച് മനസ്സ് വിഷമിക്കേണ്ട കേട്ടോ. അച്ഛ ഇനി ഒരിക്കലും മോളോട് കല്യാണകാര്യവും പറഞ്ഞു വരില്ല. എൻ്റെ മോൾ സമാധാനമായി ഇരിക്കെ. തൻ്റെ ചുളിവ് വീണ കരങ്ങളാൽ അവളുടെ നെറുകയിൽ തലോടി ഉള്ളിലെ വിഷമം മറച്ചു പിടിച്ചു കൊണ്ടയാൾ ചിരിയോടെ പറഞ്ഞു. എന്നാൽ അയാളുടെ ആ ഭാവവും വാക്കുകളും അവളെ അത്രമേൽ വേദനിപ്പിക്കുകയാണ് ചെയ്തത്. കുറച്ചുനേരം ഒന്നും മിണ്ടാതെ എന്തൊക്കെയോ ആലോചിച്ച് നിന്ന അവൾ പതിയെ എഴുന്നേറ്റ് മാധവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു. അച്ഛേ, എനിക്ക് സമ്മതമാണ് അച്ഛേ രണ്ടാം വിവാഹത്തിന്. പക്ഷേ എല്ലാം ഒന്ന് ഉൾക്കൊള്ളാൻ എനിക്ക് കുറച്ച് സമയം തരണമെന്ന് അച്ഛ വരുന്നവരോട് പറയാമോ? അയാളുടെ നെഞ്ചിൽ മുഖം അമർത്തി വെച്ചുകൊണ്ട് അവൾ പറയുന്നത് കേട്ടപ്പോൾ ആ വൃദ്ധന് ഒരുപാട് സന്തോഷമായി. മോളെ പാറു, നിനക്ക് സമ്മതമാണല്ലേ? അച്ഛയ്ക്ക് സന്തോഷമായടാ. എൻ്റെ മോൾക്ക് നല്ലതേ വരൂ. ഇടറിക്കൊണ്ടയാൾ അവളുടെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് സന്തോഷത്തോടെ പറഞ്ഞു. കുറച്ചുനേരം അച്ഛനും മകളും ഒന്നും മിണ്ടാതെ ആ ഇരിപ്പ് തുടർന്നു. അപ്പോഴാണ് ശോഭ, മാധവൻ്റെ രണ്ടാം ഭാര്യ, അവിടേക്ക് വന്നത്. ഓഹോ, അച്ഛനും മകളും ഇങ്ങനെ ഇരിക്കുകയാണോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആ വന്ന ആലോചന അങ്ങ് ഉറപ്പിക്കുന്നതാ നല്ലത്. എത്ര കാലമെന്ന് വെച്ചാൽ ഇതിനെ തീറ്റിപ്പോറ്റുന്നത്? അവളെ നോക്കി അനിഷ്ടത്തോടെ പറയുന്നത് കേട്ടപ്പോൾ ഇരുന്ന ഇരിപ്പിൽ ഉരുകിത്തീർന്നതുപോലെ അവൾക്ക് തോന്നി. അയാളിലുള്ള അവളുടെ പിടിമുറുകി. ശോഭേ, ഒന്ന് നിർത്തുന്നുണ്ടോ നീ? എൻ്റെ മകളെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അത് നീ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ദേഷ്യത്തിലുള്ള മാധവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ശോഭയുടെ മുഖം ചുവന്നു വന്നു. ഓ, എന്താന്ന് വെച്ചാൽ ആയിക്കോ. ഇനിയും ഇവളെ ഇവിടെ പൊറുപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഞാനും എൻ്റെ മോളും അനുഭവിക്കേണ്ടതൊക്കെ അങ്ങനെ ഇവളെ കൊണ്ട് ഞാൻ സുഖിപ്പിക്കില്ല. എന്തൊക്കെയോ പിറുപിറുത്ത് കൊണ്ട് അവർ ഇറങ്ങിപ്പോകുന്നത് നോക്കി ആ അച്ഛൻ തൻ്റെ മകളെ പൊതിഞ്ഞു പിടിച്ചു. അച്ഛേ, അമ്മയ്ക്ക് എന്നെ തീരെ ഇഷ്ടമല്ല. ഞാനിവിടെ ഉള്ളത് കൊണ്ടല്ലേ സൂര്യ ചേച്ചി പോലും ഇവിടെ വരാത്തത്. അതുകൊണ്ട് ഈ കല്യാണത്തിന് എനിക്ക് പൂർണ്ണ സമ്മതമാണ് അച്ഛേ. ഒരായുസ് മുഴുവനും അനുഭവിക്കേണ്ടതൊക്കെ ഞാൻ ഈ ചെറിയ പ്രായത്തിൽ അനുഭവിച്ച് തീർത്തിട്ടുണ്ട്. ഇനി പോണ സ്ഥലത്ത് എന്താണെങ്കിലും ഞാനത് സഹിച്ചോളാം അച്ഛേ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞപ്പോൾ എന്തൊക്കെയോ തീരുമാനിച്ചതുപോലെ അയാൾ അവളെ തിരിച്ചു ബെഡിൽ കിടത്തി വേഗത്തിൽ മുറിവിട്ടിറങ്ങിപ്പോയി. അയാൾ നേരെ പോയത് ബ്രോക്കറെ വിളിക്കാനായിരുന്നു. അയാളോട് എല്ലാം പറഞ്ഞ് നേരെ ആക്കിയ ശേഷം ഇന്ന് തന്നെ അവരോട് ഇവിടേക്ക് വരാൻ പറയണം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ കോൾ കട്ട് ചെയ്തു. എൻ്റെ കുട്ടി ഒരുപാട് അനുഭവിച്ചു ഇവിടെ നിന്ന്. അതുകൊണ്ട് ഇനിയും ഇവിടെ നിന്ന് നരകിക്കുന്നത് കാണാൻ ഈ അച്ഛന് ആവില്ല മോളെ. എനിക്കുറപ്പുണ്ട്, ഇതുവരെയും ആർക്കും ഒരു ഉപദ്രവം ചെയ്യാതെ നടന്ന എൻ്റെ മോൾക്ക് ഈ വരാൻ പോകുന്ന ജീവിതം സന്തോഷം നൽകുമെന്ന്. കാത്തോളണേ ദേവി എൻ്റെ പാറുമോളെ. എൻ്റെ കുട്ടിക്ക് കാവലായി എന്നും അവിടെ നിന്നുണ്ടാകണേ. പാവമാണത്. ആരോടും ഒന്നും പ്രതികരിക്കാൻ പോലും ആവാത്ത പഞ്ചപാവം. ഉള്ളിൽ കരഞ്ഞുകൊണ്ടയാൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ശേഷം വേഗം തന്നെ അവൾക്കരികിൽ ചെന്ന് ഇന്ന് തന്നെ അവർ വരും എന്ന് പറഞ്ഞ കാര്യം സൂചിപ്പിച്ചു. അത് കേട്ടപ്പോൾ ഹൃദയം പൊടിയുന്ന വേദനയിലും അവൾ അയാളെ നോക്കി പതിയെ പുഞ്ചിരിച്ചു. ഇതേസമയം അവരുടെ സംസാരം കേട്ട് മറഞ്ഞു നിന്ന ശോഭ സന്തോഷത്തോടെ ഫോണെടുത്ത് മകളെ വിളിച്ചു കാര്യങ്ങൾ പറയുന്നതോടൊപ്പം വേഗം തന്നെ അവിടേക്ക് വരാനും പറഞ്ഞു. അങ്ങനെ കുറച്ചു നേരം കൊണ്ട് തന്നെ ശോഭയുടെ മകൾ സൂര്യ അവിടെ എത്തി. സൂര്യയെ ആയിരുന്നു ശ്രീപാർവതി എന്ന പാറുവിനെ ഏറ്റവും പേടി. കാരണം സ്വന്തം അനിയത്തിയെപ്പോലെ കാണേണ്ടതായിട്ടും പാറുവിനെ വേദനിപ്പിക്കുകയായിരുന്നു സൂര്യയുടെ പ്രധാന പണി. അതിൻ്റെ പ്രധാന കാരണം ആരെയും ആകർഷിക്കും വിധത്തിലുള്ള പാറുവിൻ്റെ സൗന്ദര്യമായിരുന്നു. ഇതേസമയം മറ്റൊരിടത്ത് സുധാകരൻ വിളിച്ചു പറഞ്ഞതനുസരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിലാണ് അവൻ. അവൻ്റെ മനസ്സാകെ വല്ലാത്തൊരു അസ്വസ്ഥതയിൽ ആയിരുന്നു. പ്രിയ, നീ എന്തിനാ എന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്ത് അകലേക്ക് മറഞ്ഞത്? ഒരു പെണ്ണും ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് ഉറച്ച തീരുമാനമെടുത്തവനാണ് ഞാൻ. പക്ഷേ വളർന്നു വരുന്ന മീനൂട്ടിക്ക് വേണ്ടി അവളുടെ ഭാവിയെക്കുറിച്ച് എൻ്റെ തീരുമാനം എനിക്ക് തിരുത്തേണ്ടി വന്നു. പക്ഷേ ഒരു കാര്യം ഇപ്പോഴും ഞാൻ പറയാം. ഈ വ്യാസ്ദേവിൻ്റെ ജീവിതത്തിൽ അവൾക്ക് ഒരു സ്ഥാനവും ഉണ്ടാവില്ല. സ്വയം മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ സ്പീഡിൽ കാർ ഓടിച്ചു. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അവൻ്റെ കാർ അമരാവതിയിലേക്ക് കടക്കുമ്പോൾ തന്നെ കണ്ടു. തന്നെ കാത്തുന്നവണ്ണം റെഡിയായി പുറത്ത് സിറ്റൗട്ടിലിരിക്കുന്ന അച്ഛനെയും അമ്മയെയും, കൂടെ നീല നിറത്തിലുള്ള ഫ്രോക്കൊക്കെ അണിഞ്ഞു മാലാഖയെ പോലെ ഇരിക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെയും. ഹായ്, എൻ്റെ അത്ത വന്നേ.
അവൻ കാർ നിർത്തിയപ്പോൾ തന്നെ ജയന്തിയുടെ കയ്യിൽ നിന്നും ഊർന്നിറങ്ങിക്കൊണ്ട് മീനൂട്ടി അവൻ്റെ അരികിലേക്ക് ഓടിയെത്തിയിരുന്നു. ആഹാ, അച്ഛയുടെ മുത്ത് പുതിയ കുപ്പായമൊക്കെ ഇട്ട് എവിടെ പോകുക കണ്ണാ? അച്ഛയെ കൂട്ടുന്നില്ലേ? മുഖത്ത് സങ്കടം വരുത്തിക്കൊണ്ട് അവൻ പറയുന്നത് കേട്ടപ്പോൾ ഒരു കള്ളച്ചിരിയോടെ മീനൂട്ടി അവൻ്റെ താടിയിൽ അമർത്തി ചുംബിച്ചു. അത്തയെ കൂത്താതെ മീനൂട്ടി എവിടേക്കും പോകില്ല. നമ്മൾ മീനൂട്ടിയുടെ അമ്മയെ കൂത്താനല്ലേ അത്തേ പോന്നേ? കുണുങ്ങിച്ചിരിച്ചുകൊണ്ടുള്ള മോളുടെ സംസാരം കേട്ടപ്പോൾ അവൻ്റെ നെഞ്ചിൽ ഒരു നീറ്റലുണ്ടായെങ്കിലും അത് മോൾക്ക് മുന്നിൽ മറച്ചു വെച്ചുകൊണ്ടവൻ പുഞ്ചിരിച്ചു. ശേഷം വേഗം തന്നെ കാറിൽ കയറിയിരുന്ന അച്ഛനെയും അമ്മയെയും ഒന്ന് തറപ്പിച്ചു നോക്കിയ ശേഷം മോളെയും കൊണ്ട് ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. വേഗം പോ അത്തേ. കാറിൽ കയറിയിരുന്നപ്പോൾ തന്നെ മോളുടെ ആവശ്യം അതായിരുന്നു. ഓക്കെ മൈ ഡിയർ. മോളുടെ വാക്കുകേട്ട വ്യാസ് വേഗം തന്നെ കാർ എടുത്തു. തൻ്റെ പാതിയെ ഇനിയുള്ള കാലം തൻ്റെ പ്രാണനിൽ ലയിക്കേണ്ടവളെ ഒരു നോക്ക് കാണുവാനായി. ഇതേസമയം വാടാമല്ലി കളറിലുള്ള ഒരു സാരി ഉടുത്ത് മുഖത്ത് ഒരു ചമയങ്ങളുമില്ലാതെ കണ്ണുകൾ പോലും ഒന്ന് എഴുതാതെ നിർജീവമായി റൂമിലിരിക്കുകയായിരുന്നു പാറു. അപ്പോഴും അവളുടെ മിഴികൾ ആ ഫോട്ടോയിലായിരുന്നു, അവളുടെ മാത്രം ചിത്തുവേട്ടൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടേക്ക് വാതിൽ വലിച്ചു തുറന്നുകൊണ്ട് അവൾ വന്നത്. ചുണ്ടിൽ നിറയെ ചായം പൂശി കഷ്ടിച്ച് മുട്ടിനോളം ഇറക്കമുള്ള ഒരു ഇറുകിയ വസ്ത്രം അണിഞ്ഞ് ചുണ്ടിൽ പുച്ഛച്ചിരിയുമായി മുന്നിൽ നിൽക്കുന്ന സൂര്യയെ കണ്ട പാറു പേടിയോടെ എഴുന്നേറ്റു. അതൊന്നു നോക്കി സൂര്യ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. ആഹാ, അപ്പോഴേക്കും ഒരുങ്ങിയിരുന്നു. എന്തായാലും നീ ആള് കൊള്ളാട്ടോ. ഇത്രയും വേഗം കല്യാണത്തിന് സമ്മതിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. ഞാൻ കരുതിയത് ഇപ്പോഴും നീ ആ ചത്തുപോയവനെ ഓർത്തിരിപ്പായിരിക്കുമെന്നാണ്. ഒരു ദയയും കൂടാതെയുള്ള സൂര്യയുടെ വാക്കുകൾ കേട്ടപ്പോൾ നെഞ്ചിലൊരു കടാര കുത്തിയിറക്കുന്നത് പോലെ പാറുവിന് തോന്നി. അതിൻ്റെ ഫലമായി അവളുടെ മിഴികൾ നിറഞ്ഞു വന്നു. ഇനിയും കൂടുതൽ നേരം അവിടെ നിന്നാൽ വീണ്ടും സൂര്യ ഓരോന്നും പറഞ്ഞ് വേദനിപ്പിക്കുമെന്നോർത്ത പാറു വേഗം തന്നെ അവിടെ നിന്നും ഇറങ്ങി മുകളിലെ ബാൽക്കണിയിൽ ചെന്നിരുന്നു. എന്നാൽ അവിടെയും സൂര്യ വന്നു. കാരണം പാറുവിൻ്റെ കണ്ണുനീരാണ് അവളുടെ ലഹരി. എന്താടി നിനക്ക് എന്നെ കാണുമ്പോൾ പണ്ടത്തെ പോലെ ഒരു പേടിയില്ലാത്തത്? കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള വാക്കുകൾ സൂര്യയിൽ നിന്നും കേട്ട പാറു കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് താഴേക്ക് നോക്കി നിന്നു. അപ്പോഴും ദേഷ്യത്തിൽ ഓരോന്നും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു സൂര്യ. പെടുന്നനെ അവരുടെ വീടിന് മുന്നിലേക്ക് ഒരു ബ്ലാക്ക് കളർ ഓഡി കാർ വന്നു നിർത്തി. അതോടെ പറയുന്നത് നിർത്തിക്കൊണ്ട് പാറുവിൻ്റെ കൂടെ സൂര്യയുടെ ശ്രദ്ധയും അവിടേക്കായി. ഇതേസമയം ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ആദ്യം വ്യാസ് മീനൂട്ടിയെ പുറത്തേക്കിറക്കി. അപ്പോൾ തന്നെ ബാക്കിൽ നിന്നും സുധാകരനും ജയന്തിയും ഇറങ്ങി വരികയും മാധവനും ശോഭയും ചേർന്ന് അവർക്കരികിൽ പോയി സംസാരിക്കുന്നതുമൊക്കെ മുകളിൽ നിന്ന് സൂര്യയും പാറുവും കാണുന്നുണ്ടായിരുന്നു. എന്നാൽ പാറുവിൻ്റെ ശ്രദ്ധ പുഞ്ചിരിയോടെ ഫ്രോക്കിൽ പിടിച്ചു കളിക്കുന്ന മീനൂട്ടിയിലായിരുന്നു. ചുറ്റുമുള്ളതെല്ലാം മറന്നുകൊണ്ട് എന്തൊക്കെയോ സ്വയം പറഞ്ഞ് ചിരിച്ചു കളിച്ചു നടന്നു വരുന്ന ആ കുരുന്നിനെ പാറു കണ്ണിമ വെട്ടാതെ നോക്കി നിന്ന് പോയി. എന്നാൽ സൂര്യയുടെ കണ്ണുകൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങി നടന്നു വരുന്ന വ്യാസിലായിരുന്നു. ഉഫ്, സോ ഹോട്ട്. സ്വയം ചുണ്ടു നനച്ചുകൊണ്ട് അവൾ അത് പറയുന്നതോടൊപ്പം വേഗത്തിൽ താഴേക്കോടി. എന്നാൽ അതൊന്നും അറിയാതെ വ്യാസിൻ്റെ കയ്യിൽ പിടിച്ചു കുഞ്ഞു കാലടികളാൽ കുണുങ്ങി കുണുങ്ങി നടക്കുന്ന മീനൂട്ടിയിൽ മാത്രം ശ്രദ്ധ കൊടുത്തിരിക്കുകയാണ് പാറു. അതുകൊണ്ട് തന്നെ വ്യാസിനെ അവൾ ശ്രദ്ധിച്ചതുമില്ല. അങ്ങനെ നിൽക്കവേ പെടുന്നനെ മീനൂട്ടിയുടെ കണ്ണുകൾ മുകളിൽ അവരെ നോക്കി നിൽക്കുന്ന പാറുവിലേക്ക് എത്തിയപ്പോൾ ആ കുഞ്ഞുമിഴികൾ അത്ഭുതം കൊണ്ട് വിടരുന്നതും ചുണ്ടിൽ കള്ളച്ചിരി വിടർന്നതും നോക്കിക്കൊണ്ട് ഏതോ ലോകത്തെന്ന പോലെ പാറു താഴേക്കിറങ്ങി ചെന്നു. ഹാളിലേക്ക് ധൃതിയിൽ ഓടി വരുന്ന പാറുവിനെ നോക്കി നിൽക്കുകയായിരുന്നു അവിടെയുള്ളവരെല്ലാം. മീനൂട്ടിയെ കാണാനുള്ള തിടുക്കത്തിൽ മുന്നിൽ നിൽക്കുന്ന സൂര്യയെപ്പോലും തള്ളിമാറ്റിക്കൊണ്ടാണ് പാറു ഓടിയെത്തിയത്. ഇതേസമയം വ്യാസിൻ്റെ കൈകൾ വിടുവിച്ചുകൊണ്ട് മീനൂട്ടിയും അകത്തേക്ക് ഓടി വരുന്നുണ്ടായിരുന്നു. ഒടുക്കം ഹാളിൽ ചെറുചിരിയോടെ നോക്കി നിൽക്കുന്ന പാറുവിനെ കണ്ടപ്പോൾ ആ കുരുന്നിന് ഒത്തിരി സന്തോഷമായി. അമ്മേ, ഉച്ചത്തിൽ അതും വിളിച്ചുകൊണ്ട് മീനൂട്ടി ഓടി വന്ന് പാറുവിനെ കെട്ടിപ്പിടിച്ചപ്പോൾ പാറു അടക്കം അവിടെ കൂടിയിരുന്നവർ ഒക്കെ ഞെട്ടിത്തരിച്ചു നിന്നുപോയി. വ്യാസാണേൽ ഒന്ന് അനങ്ങാൻ പോലും ആവാതെ തരിച്ചു നിൽക്കുകയാണ്. അവൻ്റെ മിഴികൾ ഒരു വേള മോളെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന പാറുവിലേക്ക് നീങ്ങി.